ഹലോ അസ്സലാമു അലൈക്കും. ഇന്നേ നമ്മളെ ഗ്യാങ് ചെക്കന്മാരൊക്കെ കൂടിയിട്ട് പിന്നെ എന്തുണ്ടാക്കുന്നതെന്ന് അറിയോ, നമ്മളെ പുഴക്കരയിൽ നോമ്പ് തുറ വെപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ ചങ്ങാടത്തിന് മുകളിൽ നേരെ അപ്പുറത്തേക്ക് ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് നേരെ മണലിൽ കൊണ്ടുപോയിട്ട് നോമ്പ് തുറക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകാർ വരുന്നുണ്ട്, അവരാണ് ഈ കൂട്ടുകാർ കേട്ടോ. അതിൽ ഒരാൾ ആബിദു, ഒരാൾ ബാബു. അറിയ മക്കളെ ഇത് നമ്മളെ രണ്ടാമത്തെ വർഷമായിട്ട് നമ്മൾ ഈ നോമ്പുറപ്പിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫുഡ് മേടിക്കുക ചെയ്തത്. ഇപ്രാവശ്യം നമ്മള് ഇപ്രാവശ്യം നമ്മളെ ബാത്തൂരിന്റെ ആബിദാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ മെയിൻ ഇവിടെ ടൂറ് പോയാലും എവിടേക്ക് എന്റർടൈൻമെന്റ് ഫുഡൊക്കെ പറഞ്ഞാലും ബാബു ഉഷാറാണ്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ പൊളിക്കും അല്ലെ ബാബു? ഓക്കെ. പാണ്ടി നമുക്ക് അവിടുന്ന് ആദ്യം കെട്ടി വിളിച്ചു കൊണ്ടുവരണം. അസ്സലാമു അലൈക്കും. ഞങ്ങളെ പാണ്ടിത്തുറ നോമ്പ് തുറ രണ്ടാം സീസണിലാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നോമ്പ് തുറന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പട്ടാമ്പിയിൽ നിന്ന് ഭക്ഷണം ഏൽപ്പിച്ച് ഈ കാണുന്ന വെള്ളത്തിൻ്റെ ആ കരയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് പറഞ്ഞത്. ഇപ്രാവശ്യം ഞങ്ങൾ മാറി ചിന്തിച്ചു. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ വെപ്പേരും ഇഷ്ടംപോലെ ഹെൽപ്പർമാരുള്ളപ്പോൾ എന്തിന് ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുക, ഞങ്ങൾക്ക് ഉണ്ടാക്കിവിടുക എന്നുള്ള തീയതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, സാധനങ്ങൾ മേടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ബായി സ്ഥലം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ പണ്ടാരി ഷമീർ ബാബു, പിന്നെ ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കും, പിന്നെ സിദ്ദീഖ്, മുസമ്മിൽ, ഹെൽപ്പർമാർ വേറെ വരാണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ആ കാണുന്ന പുല്ല് അവിടേക്ക് നമ്മൾ പാണ്ടി ഉണ്ട്, പാണ്ടി അവിടെ ഉണ്ട്, പാണ്ടി വൈകുന്നേരം അടുപ്പിച്ചിട്ട് നമ്മൾ നേരെ ആ പുല്ലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നോമ്പ് അടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വീഡിയോയിലൂടെ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യ ഘട്ടമായിട്ട് അടുപ്പ് സെറ്റാക്കാൻ പോവാണ്. അടുപ്പ് സെറ്റാക്കിയിട്ട് നമ്മൾ സാധനമൊക്കെ വെട്ടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഭാഗങ്ങളായിട്ട് കാണാം. എന്തായാലും ഇവിടെ ഫുഡിനുള്ള ഒരുക്കും അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അവിടെ പോയിട്ട് എന്താക്കണ്ടെന്ന് അറിയോ, നമ്മൾ ചെങ്ങാട് എടുത്തോട്ടുണ്ട് കേട്ടോ. ഓക്കെ. ബിസ്മില്ലാഹ്. എന്തായാലും ചെങ്ങാടം കൊണ്ട് നമ്മൾ ആ കടവിലേക്ക് പോകാം കേട്ടോ. അവിടെയാണ് നമ്മൾ ഫുഡും കാര്യമൊക്കെ വെക്കുന്നത്. ഇതാണ്ടോ നമ്മളവിടുത്തെ സീന്. ആ കാണാണ്ടോ പട്ടാമ്പി. ഈ ഭാഗത്തേക്ക് തീർത്താല. ഇതിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് വെച്ചാൽ മമ്മിപ്പടിയാണ് കേട്ടോ. അടുപ്പ് കത്തിക്കാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം നോമ്പ് തുറയുടെ തീ പൊട്ടുന്ന പരിപാടിയാണ് ടാബി നടത്തിക്കൊണ്ടിരിക്കണത്. ഉള്ളി വട്ടൽ കാര്യങ്ങൾ, തക്കാളി വട്ടൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ടേബിള്, കസാല, പാത്രങ്ങളെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. കുടിവെള്ളം എല്ലാം എത്തിച്ചിട്ടുണ്ട്. എമ്മിയൂണ് ഒക്കെ ഇവിടെ ഉണ്ട്. ഏയ് ബാബു അന്തപ്പെട്ട മുളകന്നക്കല്ലാണ്. മാതാക്കളെ പുകയില്ലാത്ത അടുപ്പിന്റെ കൂടി ബിരിയാണി ഉണ്ടാക്കാം. നാട്ടുകാരെ കണ്ടോളിട്ടോ, പുകയില്ലാത്ത അടുപ്പിന്റെ കൂടി ബിരിയാണി ഉണ്ടാക്കുന്ന അവസ്ഥയാണിത്. നിങ്ങളിപ്പോ അടുപ്പ് ഓവറാളി കത്തിക്കണ്ടോ. ചെറിയ കുഗ്രാമമാണ്, ബിസിനസ് മനസ്സിലായി. ഓവർ കത്തിക്കണ്ടാന്ന് ഒക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കട്ടോ. കടന്നാക്കുടുങ്ങി കേട്ടോ, കടന്നാക്കുടുങ്ങി അങ്ങനല്ല. പുതിയ മോഡല് കുക്കിങ്. രണ്ട് മെയിൻ കുക്കുകൾ തമ്മിലാണ് കേട്ടോ. അപ്പൊ നമ്മളെ നാട്ടിലെ മെയിൻ ആള് കിതാബ് ഓതി പഠിച്ച പഠിച്ചവര് നമുക്ക് ഭയങ്കര അനുഗ്രഹം ചെയ്തിക്കാണ്. എന്താ വെച്ചാ അറിയോ, ഇപ്പൊ ഒരു വെയിലത്ത് തീന്റെ ഒരു ചൂട് നമുക്ക് എടുക്കണില്ല. നമ്മള് നട്ടുച്ചക്ക് തുടങ്ങിയ പണിയാണ്. എന്നും ഒരു തീന്റെ ചൂട് കയറ്റിട്ട് എന്താ വെച്ചാൽ പുഴയുടെ വെള്ളത്തിന് ഇതുകൊണ്ട് നമുക്ക് തീന്റെ ചൂട് വെള്ളം സമൃദ്ധിയായി നമുക്ക് ഭയങ്കര താങ്ക് യു. എവിടെടാ ചില്ലി?
ചില്ലിക്കുള്ള മസാല ഒക്കെ ഇട്ട് നമ്മളൊക്കെ സെറ്റാണ്. അയ്യോ നമ്മളിത് മിക്സ് ആക്കാൻ പോകണം കേട്ടോ. ഗുഡ് 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 ഗുഡ്. കഴുകിയ കയ്യേറ്റ് മിക്സ് ആക്കണം കേട്ടോ. കയ്യ കഴുകിയിട്ടില്ലേ? വളരെ വൃത്തിയിൽ കഴുകി. അത് പുഴയെന്ന് കഴിക്കിയത്? അത് കുഴപ്പമുള്ളതല്ല. നമ്മൾ കുളി നനയൊക്കെ പുഴയെന്ന് തന്നെയല്ലേ. എന്നാ കുഞ്ഞാപ്പ നോമ്പറക്കണേ. എടാ കള്ളാ, എനിക്ക് നോമ്പില്ലേ? എന്താ അവസ്ഥ? ആയിട്ടില്ല. ആ പറയും. ഫൈനൽ ഘട്ടം അരി ഇടാൻ പോലെ കേട്ടോ. താഴത്ത് വേണം. ബിസ്മില്ലാ. പിന്നെ തുടങ്ങിയതല്ലേ. ഫുള്ളടക്കരുത്. അപ്പോഴേ നമ്മളെ ഫുഡ് പാകം ചെയ്യലൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ ചില്ലി ഉണ്ടാക്കി, പിന്നെ ഫുള്ള് ദമ്മാക്കി സെറ്റാക്കിയിട്ട് പാണ്ടിന്റെ മുകളിൽ നമ്മൾ ഫുള്ള് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി റെഡി വെച്ചിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ പാടെ കയറിയിട്ട് ഇനി നേരെ അക്കരെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇൻഷാല്ലാ ബാക്കിയുള്ള വീഡിയോ പോകുന്ന വഴിക്കും പോയിട്ടുള്ളും കാണാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ശരി, ഇവനെ വിളിച്ചു പറയുന്നല്ല പോണ്ടായിരുന്നു, വെറുതെ ഇരിക്കാന്ന് പോകണ്ട വിളിച്ചു പറഞ്ഞാലേ ആദ്യമേ കിട്ടി. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകണ്ടല്ലോ. നിങ്ങളെവിടുന്നാടാ? നിങ്ങളെവിടുന്നാ? എവിടെ പോണേ? വെള്ളത്തെ കീറി വെച്ച് പോലെ അവരെ ഇതൊക്കെ പങ്കായം മടലാണ്. ഞാനും ബാബു വിചാരിച്ചു ഞാനിപ്പോ അങ്ങോട്ട് നോക്കാൻ പറ്റായിരുന്നു. 6 മണി വരെ പോരുന്നാണ്. 25 ആളുണ്ടെന്ന് പറഞ്ഞ ആൾക്കാര് എത്ര ആളായി? 1 2 3 4 5 6 7 8 9 നോമ്പാക്കാൻ നമ്മളെ കമ്മാരി പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു മനുഷ്യനാണ്. മാത്രല്ല നോമ്പറക്കലെന്ന് ഗൾഫിന്റെ ടിക്കറ്റ് എടുത്ത് വന്നതാണ്. അല്ല നോമ്പറക്കൽ അന്ന് അന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് വന്നത്. നോമ്പറക്കലിന്റെ തലേ ദിവസമേ കണ്ടിട്ട് അന്ന് രാവിലെ നേരെ നോമ്പറക്കൽ നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ ആള് നമ്മളെ വിട്ടുപോയി. എന്തായാലും അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങളിതിങ്ങനെ വർഷത്തിൽ നടത്തുന്ന പരിപാടിയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രം. ഓക്കെ ഇൻഷാല്ലാ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാര ചെയ്യണം. പിന്നെ പറയാനുള്ളത് എന്തായാലും ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. കറക്റ്റ് സൂപ്പർ കാര്യങ്ങളൊക്കെ വിരിച്ചതിന് ശേഷം ഉണ്ടാക്കും. നോമ്പറക്കൽ സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാരങ്ങ അപ്പോഴേ നോമ്പറക്കാൻ ടൈമുകൾ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഇരിക്കാം. എങ്ങനെ നമ്മള് 10-25 ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ്. ഇപ്പൊ മൊത്തത്തിൽ 2 4 6 ഏകദേശം 2-3 ആൾക്കാരെ കുറവുള്ളൂ. 5 6 7 8 9 10 11 12 16 ആള്. 16 വിജയിച്ചു. പരിപാടി വിജയിച്ചു. 16 ആള്. 4 കുറവല്ല. 1.5 അധർമ്മം വരും. അപ്പോഴേ ആബിദോ നമ്മൾ ഐറ്റംസുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഐറ്റംസ് തണ്ണിമത്തൻ, മുന്തിരി, നാരങ്ങ വെള്ളം, ഈത്തപ്പഴം, മുട്ട ബജി, സമൂസ, കുപ്പിവെള്ളം. ഒരു കഴിഞ്ഞാല് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ മുസ്താഖയുടെ കയ്യില്. പിന്നെ നോമ്പറന്ന് കഴിഞ്ഞാല്
ബാബു ആബി തല്ലൂടി വെച്ച ബിരിയാണി. തല്ലൂടി വെച്ച ബിരിയാണി. അതായത് രസം ഉണ്ടായിരുന്നു ഉസ്താദാ. അപ്പം ബാത്തൂല് ബിരിയാണി വെച്ച് അവറാം ബിരിയാണി വെച്ച് ഇതില് 2 ബിരിയാണി കൂട്ടി നമ്മളൊന്ന് കഴിച്ചിട്ട് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും നമ്മളവിടെയുള്ളവരൊക്കെ മസാലക്ക് ഉപ്പ് കുറവ് ഞാനല്ല ഇതൊന്നും ഇപ്പൊ കെട്ടിയിട്ട പണി പഠിപ്പിക്കാം. കരളിന്റെ കഷ്ണം ഒരു പിടി ബാബുവോ ഉപ്പ് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ഞാനും ബാബും വെച്ച ബിരിയാണിയാണ്. ഒന്നും പറയല്ല, കുറ്റം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. കുറ്റം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഉള്ളതുള്ള പോലെ തന്നെ പറയണം. ബാബുവോ സത്യം പറയട്ടോ, ഉള്ള ഹക്കായിട്ട് പറയാം. സൂപ്പർ ഫുഡ് അല്ലേ? നമ്മൾ പലയിടത്തും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഫുഡിന് സ്പെഷ്യൽ ഉണ്ട്. തമാശ പറയല്ല. മലപ്പുറം മസാലയും പാലക്കാട് മസാലയും കൂടിയിട്ടേ അല്ലേ സംഭവം ഒരു തല്ലുടി വെച്ചാട്ടോ. ഇത് കേക്ക് മുസമ്മിരെ സംഭവം തല്ലുടി വെച്ചതാ. അതായത് ആദ്യം പറഞ്ഞ ആബിദാണ് മെയിൻ കുക്ക് എന്ന്, പിന്നെ ബാബു പറയും ബാബുവാണ് മെയിൻ കുക്ക് എന്ന്. സൂപ്പർ ഫുഡ് ആയിരുന്നു എന്തായാലും. ആബിദോ ഉഷാറായിരുന്നു. ഇതെങ്ങനെ എടുക്കല്? അവിടെ നല്ല സലാഡ് ഉണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ 2ാമത്തെ പാണ്ടിത്തുറ അവസാന ഘട്ടമായ ഭക്ഷണം കഴിക്കലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ ഞങ്ങളെ സ്വന്തം വിറകുകൊണ്ട് സ്വന്തം സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ ബിരിയാണിയാണ്. സ്വന്തം വിറകുകൊണ്ട് സ്വന്തം സ്ഥലത്ത് വെച്ചിട്ട് സ്വന്തം പുഴയിൽ നിന്ന് കഴിക്കുകയാണ്. ഇഷ്ടം പോലെ തിന്നാനുള്ള മസാല ഉണ്ട്, ചോറുണ്ട്, ചില്ലി ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹയർ എന്താ അറിയോ സാക്ക? എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും കൂലുള്ള കാര്യം അത്ര. ഏറ്റവും സുന്നത്തുള്ള കാര്യം, ഏറ്റവും കൂലുള്ള കാര്യമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സിദ്ദീഖ് വേറെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഗ്യാപ്പില്ല. 4 കിലോ അരി കൊണ്ടാണ്. 4 കിലോ അരി. ആ 32 ആള് കഴിക്കുന്നപ്പോ ഞാൻ ബാബുവിനോട് വേറെ കഴിക്കൂലെന്ന്. പിന്നെ ഓന്റെ മൂക്കട്ട പവറേ. അങ്ങനെ വളരെ അൽഹംദുലില്ലാ വളരെ റാത്തായി നമ്മളെ പാണ്ടിത്തുറ 2ാം സീസണും വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. സിദ്ദീഖ് മൂക്കിലേറ്റെത്തിച്ചുകൊണ്ട് പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. പാണ്ടിത്തുറ എന്ന് പേരിട്ട വാസിക്ക് എല്ലാവരും ഒരു കയ്യടി കൊടുക്കും. പേര് പക്ഷെ ഇട്ടത്. അപ്പൊ കയ്യൊട്ടിയുടെ കഥ ലേറ്റ് ഉണ്ടോ? അപ്പൊ പറഞ്ഞു വന്നത് പച്ചക്കറി, പലചരക്ക്, ഫ്രൂട്ട്സ്
ഒക്കെപ്പാടടക്കം 2713 ഉറുപ്പ്യ. പിന്നെ 5 കിലോ ചിക്കൻ ഇറച്ചി, കോഴിയല്ല, 5 കിലോ കോഴിയല്ല മേടിച്ചിക്കണത്. ചിക്കൻ ഇറച്ചി തൂക്കം മേടിച്ചത് 1150 ഉറുപ്പ്യ. 5 കിലോ കൂട്ടി കൂടിട്ടോ. കാലൊക്കെ ചിക്കൻ പൊരിച്ചൊക്കെ തൂക്കേണ്ടി വരും. അതിൽ അഴിമതി ഉണ്ടെങ്കിൽ സിദ്ദീഖിനെ മുന്നേ പിടിക്കണം. ഓണം പൊരിച്ചിക്കണേ. 6 കിലോ കുട്ടൻ 380 ഉറുപ്പ്യ പുറത്ത് കൊടുക്കണേ. നമുക്ക് 350 ഉറുപ്പ്യ തന്നിട്ട് 2200 ഉറുപ്പ്യ. പിന്നെ സുപ്ര പ്ലേറ്റ് ഗ്ലാസ് വെള്ളം മേടിച്ച വകയിൽ 600 ഉറുപ്പ്യ. പിടിക്കണോ? മുളക്ക് പോയി മുളക് കിട്ടിയില്ല. പിന്നെ വാസി ഒറ്റക്ക് 4 മുട്ട വെച്ച് നിൽക്കണ്. മുട്ട വെച്ച് 10 രൂപ വെച്ചിട്ട് വാസി വാസി അഡീഷൻ തരണോ. സമതാക്കാക്ക് 500 ഉറുപ്പ്യ. 20-30 മുട്ട ബജി, 20 സമൂസ, അങ്ങനെ ആകെ മൊത്തം ചെലവ് വന്നിക്കണ 7063 ഉറുപ്പ്യ. വരവ് 5100 ഉറുപ്പ്യ. ചെറിയ ചെറിയ കാര്യം നടന്ന് എന്തായാലും ഈ പരിപാടി വളരെയധികം വേറെ കാര്യം പറയണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ ആൾക്കാര് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം ഏൽപ്പിച്ചു. ഒരു കുട്ടൻ ബിരിയാണി മാത്രം. അന്ന് നമുക്ക് 6000 രൂപ ചെലവാണ്. കഴിഞ്ഞല്ല കണക്കിൽ കഴിഞ്ഞ നമ്മള് കുട്ടൻ ബിരിയാണി നമ്മള് പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടാണ്. ഇതിൽ 6 രൂപ കൂടി ഇതിൽ ചില്ലി ആടായി. ചിക്കൻ ചില്ലി ഉണ്ട്. ഇതിന് ആത്മാർത്ഥമായിട്ട് കാലത്തെ മുതല്, അതായത് ഒരു ഉച്ച മുതല്, കേക്ക് 10 മണിക്കല്ല, 10 മണിക്ക് വരുന്ന പറഞ്ഞെങ്കിലും 12 മണിയാകുമ്പോൾ ആബിദും ബാബും പടം എത്തിയിട്ട് വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ, അതായത് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടേ എല്ലാ സെറ്റപ്പ് പ്രത്യേകം പറയേണ്ട കാര്യങ്ങളേ. പിന്നെ 2 പെൺകുട്ടികള്, അല്ല അന്ന് ഇവന്റെ സ്വന്തം ഭാര്യ സാലിയ, എന്താണ് പേര്, സുഹൈര. പിന്നെ ഉരുളി റാജിയുടെ പെണ്ണ്, ഉരുളി തന്ന് സഹായിച്ച റജു, വിറകും മാറും തന്ന് സഹായിച്ച സിദ്ദീഖ്. അപ്പൊ എല്ലാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് മാമു ബായി പാവം സാബുക്ക് കൊടുത്തിട്ടും, പിന്നെ സിദ്ദീഖിന്റെ ചെറിയ കുട്ടിയും റാജിയുടെ ചക്കനും കൂടിയിട്ടാണ് ഫ്രൂട്ട്സ് കയറാക്കാൻ നിന്ന്. അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനത്തെ സംഗതിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊണ്ടുപോ കുറെ അപ്പൊ 2000 രൂപ കുറവുണ്ട്. ഇല്ല, നമ്മള് 300 രൂപ കണക്കാക്കിട്ട് എടുത്തത്. ഇപ്പൊ കഴിഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വില കൂടിയോണ്ട് ബില്ലുണ്ട് കേട്ടോ. ബില്ലൊക്കെ വേറെ ഗ്രൂപ്പിൽ ഇടും, പ്രശ്നമില്ല. അതായത് 7600 ഇപ്പൊ ടോട്ടൽ ചെലവ്. 5100 രൂപ നമുക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ എത്ര 19 ആള്, 17 ആളല്ലേ, 17 × 300 5100 രൂപയാണ് കിട്ടുക. അതിൽ തരാത്ത പലരും മുങ്ങി ഇറങ്ങുന്നുണ്ട്. ഞാൻ പിടിക്കും, വേറെ കാര്യം. അപ്പോളേ പിന്നെ 16 100 രൂപ അധികം എടുക്കാൻ 6800 രൂപ ആവും. അല്ല 17 നമ്മൾ 17 ആണുള്ളൂ അല്ലേ? 16 ഇപ്പോഴാണ് 17 എണ്ണീക്കണം നമ്മള്. 7063 ഹരിക്കണം 17 415 രൂപ ഒരാള്, 405 രൂപ. ഈ വീഡിയോയുടെ ഇടയിൽ ഇടക്കിടക്ക് ബത്തൂൽ എന്ന് അപ്പൊ 300 തന്നവരൊക്കെ ഒരു 115 കൂടി തന്ന് സഹകരിക്കാം. അതിന്റെ ഇടയിൽ പരസ്യം പറയണ്ടേ? ഞാനും സഹകരിക്കൂലേക്ക് കുഴപ്പമില്ല. ബാക്കി യൂട്യൂബ് വരുമാനത്തിന് സിദ്ദീഖ് അത് ആകെ വെക്കും. അതായത് എന്തായാലും അൽഹംദുലില്ലാ ഈ വർഷത്തെ ഞങ്ങളെ നോമ്പുറപ്പിക്കൽ പരിപാടി ഇവിടെ ഏകദേശം സമാപിക്കുകയാണ്. വളരെയധികം ഉഷാറിലാണ് പരിപാടികൾ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ തുറക്കാർ ചക്കന്മാരൊക്കെ എല്ലാം സജീവമായിട്ട് പങ്കെടുത്ത്, പ്രത്യേകിച്ച് ഈ രണ്ടാണ്, ഈ ബാബു ആബിദും പ്രത്യേകിച്ച് ഉച്ചക്കന്നെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഉഷാറാക്കി തന്ന് കൂടുതൽ എല്ലാവരും കേട്ടോ. എല്ലാവരും ഞങ്ങളിപ്പോ ഈ സംഗതി ഇവിടെ പൈസ കണക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത് തമാശക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതാണ്. ഇത് ആർക്കും ഏറ്റെടുക്കാനുള്ള രീതിയിൽ എല്ലാവരും തയ്യാറാണ്. പക്ഷെ എന്താ വെച്ചാൽ കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഈക്വലേറ്റ് എടുക്കുക എന്നുള്ള എല്ലാവർക്കും നിൽക്കുന്നതാണ്.
എന്തായാലും ഈ വർഷം ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ ഞങ്ങൾ 25 ആൾക്കാർ ചെക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഇതിനായിട്ടുള്ള ചെക്കന്മാരുള്ളത്. കുറച്ച് ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത പ്രാവശ്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പഠിച്ചോണ്ട് ഒരുക്കി തന്നതിന് വളരെയധികം സന്തോഷം. ഇത് മനസ്സിനൊക്കെ സന്തോഷം കിട്ടുന്ന അതിനൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ കിട്ടും ചെയ്യാൻ പറ്റുന്നതിൻ്റെ എന്താ പറയാനുള്ളത് മനസ്സിന് വളരെയധികം സന്തോഷം കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളത് കാര്യം കളിയും തമാശക്കാരി ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ആഘോഷങ്ങളൊന്നും പങ്കെടുക്കേണ്ട വിഷയങ്ങളല്ല. നമ്മൾ എന്താ പറയാ പൊതുവെ നാട്ടിലൊക്കെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മൾ സുഹൃത്തുക്കൾ കുടുംബങ്ങളൊക്കെ പലരും പേടിച്ചിട്ടും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ആഘോഷം എന്ന് പറയുമ്പോൾ അവർക്കും ചിലപ്പോൾ ദഹിച്ചോളുന്നില്ല. എങ്കിലും നമ്മളെ അവസ്ഥകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രം. പിന്നെ യുദ്ധം കാര്യങ്ങളൊക്കെ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിഷയങ്ങളാണ്. നമ്മൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കണമെന്നില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാവർക്കും നല്ല മനസ്സിന് റാഹത്തും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകിച്ച് ആത്മാർത്ഥമായിക്കൊണ്ട് ദുആ ചെയ്യാണ്. അപ്പോൾ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ആ കാണുന്ന ലൈറ്റാണ് കേട്ടോ നമ്മളെ വീട്. അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നേരെ ചെങ്ങാടത്ത് കാതിരിക്കരയ്ക്ക് വന്നിട്ട് നോമ്പുറപ്പിക്കലൊക്കെ നടത്തിയത്. എന്തായാലും വളരെയധികം റാഹത്തായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ.